ഹായ് ഫ്രണ്ട്സ്, ഫെബ്രുവരി 6-ാം തീയതി വ്യാഴാഴ്ചയിലേക്കുള്ള പ്രീ മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. നമ്മൾ ഈ ലെവലുകളൊന്നും ഇന്ന് പ്രൈസ് ആക്ഷൻ ഡൈനേഷൻ വരച്ചു വെച്ചതല്ല. ഇന്ന് മാർക്കറ്റിൽ സംഭവിച്ച കാര്യം നോക്കുകയാണെങ്കിൽ നമ്മൾ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് വരച്ചു വെച്ച് 23,809, 23,777 ഇതിനകത്താണ് മാർക്കറ്റ് നിന്നത്. ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ആദ്യത്തെ മൊമെൻറ്റിൽ തന്നെ ഇവിടുന്ന് റിജക്ഷൻ കിട്ടി ഈ ലെവൽ വരെ വന്നു. മാർക്കറ്റ് ട്രേഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളൊരു ദിവസമായിരുന്നു. അപ്പോൾ ഇത്തരം ലെവലുകൾ ഇന്നല്ലെങ്കിൽ നാളെ വർക്ക് ചെയ്യുന്ന രീതിയിലുള്ള ലെവലുകളാണ് നമ്മൾ വരച്ച് വെച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് എല്ലാ ദിവസവും പ്രീ മാർക്കറ്റ് അനാലിസിസ് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല, പ്രത്യേകിച്ച് ലൈവ് ട്രേഡ് റെക്കോർഡ് ചെയ്യുന്ന ദിവസങ്ങളിലൊക്കെ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾക്കിത് ഇത്രയും നമ്മൾ മുകളിലേക്കുള്ള ലെവലും ഇത്രയും താഴേക്കുള്ള ലെവലും നമ്മൾ വരച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇത് ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. ഓക്കെ, അത് ഫോളോ ചെയ്താൽ മതി. ചെറിയ വ്യത്യാസമേ വരുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു ദിവസത്തെ പ്രൈസ് ആക്ഷൻ കഴിയുന്നതിനനുസരിച്ച് ചില ലെവലുകളുടെ പ്രയോറിറ്റി ചേഞ്ച് ചെയ്യും. അങ്ങനെയുള്ള സമയത്ത് ഞാനത് അപ്ഡേറ്റ് ചെയ്യാം. നമ്മുടെ യൂട്യൂബിൽ തന്നെ പോസ്റ്റ് ചെയ്തുകൊണ്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചോപ്പി മാർക്കറ്റായിരുന്നു, ട്രേഡ് എടുക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. ഇനി ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട ഡേറ്റ വന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ HSBC കോമ്പോസിറ്റ് ഡേറ്റ ഇന്ന് വന്നിട്ടുണ്ട്. അത് സർവീസും അതേപോലെ തന്നെ ബിസിനസ് ആക്ടിവിറ്റിയിലും വന്നിട്ടുണ്ട്. ഇതെന്താണെന്നുള്ളത് മുമ്പത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. ഒരു എക്കണോമിക് ഹെൽത്ത്, നമ്മുടെ എക്കണോമിയുടെ ഹെൽത്ത്, ആരോഗ്യം മനസ്സിലാക്കാൻ പറ്റിയ ഒരു ഇൻഡെക്സ് ആണത്. ഇതിൽ എന്താ കൺസിഡർ ചെയ്യുന്നത് എന്നുള്ളത് ഒന്ന് റിവിഷൻ ചെയ്തിട്ട് പോകും. ഏതൊരു മാനുഫാക്ചറിങ് സെക്ടർ ആണെങ്കിലും അവർ അതിൻ്റെ റോ മെറ്റീരിയൽസ് വാങ്ങുന്നത് മുതൽ ആ സപ്ലയേഴ്സിൽ നിന്ന് റോ മെറ്റീരിയൽസ് എടുക്കുന്നതിലുള്ള സപ്ലൈ ചെയിനിലുള്ള സ്പീഡ്, പ്രൊഡ്യൂസ് ചെയ്ത സ്റ്റോക്കുകൾ, ആ സ്റ്റോക്കിൽ വരുന്ന ഓർഡർ, അപ്പോൾ ആ ഓർഡർ കഴിഞ്ഞതിന് ശേഷം സ്റ്റോക്ക് എത്രമാത്രം ഉണ്ട്, ഇൻവെൻട്രിയുടെ ലെവൽ എന്താണ്, ഓർഡർ വന്നിട്ട് സാധനം പോകുന്നുണ്ടോ എന്നുള്ളതെല്ലാം കമ്പയർ ചെയ്തുകൊണ്ട് അതിൽ ഈവൻ എംപ്ലോയ്മെൻറ്റ് അതും ഇതിൽ ക്ലബ് ചെയ്യുന്നുണ്ട്. ജോബ് ഓപ്പർച്യൂണിറ്റീസ് എല്ലാം ക്ലബ് ചെയ്തുകൊണ്ട് എടുക്കുന്ന ഒരു ഇൻഡെക്സാണ്. ഇത് 50ക്ക് മുകളിലാണെങ്കിൽ പോസിറ്റീവാണ്. അപ്പോൾ ഇത് 50ക്ക് മുകളിലാണ്. ബട്ട് നമ്മൾ നോക്കേണ്ടത് കഴിഞ്ഞ തവണത്തേനെക്കാട്ടിലും ബെറ്റർ ആയിട്ടുണ്ട് 3-ാം തീയതി വന്നത് കേട്ടോ. കഴിഞ്ഞ ദിവസം 3-ാം തീയതി വന്നത് ഈ മാനുഫാക്ചറിങ് ആയിട്ട് വന്നത് വളരെ അട്രാക്റ്റീവാണ്. പ്രേയറിനെക്കാട്ടിലും ബെറ്ററാണ്. എന്നാൽ നമ്മൾ ഇന്ന് വന്ന HSBC കോമ്പോസിറ്റ് മാനുഫാക്ചറിങ്ങും സർവീസും കൂടെ ഒരുമിച്ച് ക്ലബ് ചെയ്തുകൊണ്ടുള്ള ഡേറ്റ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പ്രേയറിനെക്കാട്ടിലും കുറവാണ്, നെഗറ്റീവാണ്. ബിസിനസ് ആക്ടിവിറ്റി മാത്രം എടുത്ത് നോക്കുന്ന സമയത്തും ഇതേ ആസ്പെക്റ്റുകൾ 59.3 മുമ്പുണ്ടായിരുന്നത് ഇപ്പോൾ 56.5 ആയിട്ടുണ്ട്. ഇതൊക്കെ ലൈവ് മാർക്കറ്റിൽ വന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് മാർക്കറ്റിൽ വലിയ രീതിയിൽ ഉണ്ടായിട്ടില്ല. അതോ മാർക്കറ്റ് വലിയ ഫാളിലേക്കൊന്നും വന്നിട്ടില്ല. ഇനി മാർക്കറ്റിന് ശേഷം വന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, M3 മണി സപ്ലൈ. മാർക്കറ്റിൽ എത്രമാത്രം പണം ഒഴുകുന്നുണ്ട് എന്നുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒന്നാണത്. അപ്പോൾ അത് പ്രേയറിനേക്കാളും കുറവാണ്. മണി സപ്ലൈ കുറഞ്ഞിട്ടുണ്ട്. പ്രധാനമായിട്ടും ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആളുകളുടെ ഒരു പരാതി, കൺസ്യൂമേഴ്സിൻ്റെ ബൈയിങ് പവർ കുറയുന്നു, പണത്തിൻ്റെ ലഭ്യത, ആളുകളുടെ കയ്യിലുള്ള പണത്തിൻ്റെ ലഭ്യത കുറവാണെന്നുള്ളതായിരുന്നല്ലോ. അതാണ് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത് ഈ കഴിഞ്ഞ ആഴ്ചത്തെ ഒക്കെ മണി സപ്ലൈ ഡേറ്റ എടുക്കുന്ന സമയത്ത്. പക്ഷേ ഇതിൽ ഫ്യൂച്ചർ പ്രോസ്പെക്റ്റാസ് ആണ് മാർക്കറ്റ് നോക്കുക. അപ്പോൾ ഇതിനെ ഇഗ്നോർ ഇതിൻ്റെ ഒരു ബേസിൽ മാർക്കറ്റ് താഴേക്ക് പോകാൻ സാധ്യതയില്ല. അപ്പോൾ ഫ്യൂച്ചർ എന്താണ്? ഫ്യൂച്ചർ ഇപ്പോഴത്തെ ബജറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആളുകളുടെ കയ്യിലേക്ക് കുറേയധികം പണം വരും എന്നുള്ളതാണ് ഫ്യൂച്ചർ പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത് അല്ലേ. ബഡ്ജറ്റിൽ അങ്ങനെയാണല്ലോ, 12 lakh വരെയുള്ള ഇൻകമുള്ള ആളുകൾക്ക് ടാക്സ് ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് അതിലേക്കായിരിക്കും മാർക്കറ്റിൻ്റെ ഫോക്കസ്. അപ്പോൾ ഇത് കഴിഞ്ഞ ഈ ഒരു കാര്യത്തേക്കാളും പാസ്റ്റിനേക്കാളും ഫ്യൂച്ചറിലാണ് മാർക്കറ്റ് ഫോക്കസ് ചെയ്യുക. അപ്പോൾ ഈ കാര്യങ്ങളൊന്ന് മനസ്സിൽ വയ്ക്കുക. ഇനി ലെവലുകളിലേക്ക് വന്നാൽ പ്രൈസ് ആക്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ, പ്രൈസ് ആക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് എവിടെ ഓപ്പൺ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒരു സ്റ്റാൻഡ് എടുക്കാൻ പറ്റും. പ്ലസ് പ്രൈസ് എങ്ങനെയാണ് പ്രൈസ് മൂവ് ചെയ്യുന്നത് എന്നുള്ളത്, എവിടെ ഓപ്പൺ ചെയ്യുന്നു അതേപോലെ പ്രൈസ് എങ്ങനെ മൂവ് ചെയ്യുന്നു എന്നുള്ളത്. ഇവിടെയൊക്കെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഈ പ്രധാനപ്പെട്ട ബ്ലാക്ക് ലെവൽ എന്ന് പറയുന്നത് 23,723 ആണ്. അപ്പോൾ ഇതിൻ്റെ അടുത്ത് ഓപ്പൺ ചെയ്തിട്ട് നേരെ താഴേക്ക് വരുന്ന രീതി ഉണ്ടെങ്കിൽ ഫസ്റ്റ് ക്യാൻഡലിൻ്റെ ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ തന്നെ ഒക്കെ താഴേക്ക് ഈ ലെവൽ വരെയുള്ള ഓപ്പർച്യൂണിറ്റി ഒക്കെ കിട്ടും. പക്ഷേ ഇങ്ങനെ ഒരു ആദ്യത്തെ ഫേസിൽ ഓപ്പർച്യൂണിറ്റി ഉപയോഗിക്കുന്ന ഒരു രീതിയല്ല ഞാൻ ഫോളോ ചെയ്യാറ്. അപ്പോൾ കുറച്ചുകൂടി കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരാൾക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് പ്രൈസ് ആക്ഷൻ, ഇവിടെ നിന്ന് വരുന്നൊരു പ്രൈസ് ആക്ഷൻ ഇങ്ങനെ ഇതിന് മുകളിലേക്ക് പോയി ഇതിന് താഴേക്ക് വന്ന് കിട്ടുകയാണെങ്കിൽ, ഇങ്ങനെ ഒരു റീടെസ്റ്റൊക്കെ കിട്ടുകയാണെങ്കിൽ ഈ ലെവൽ വരെ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഗ്യാപ്പ്, ഇതിന് മുകളിൽ ഗ്യാപ്പ് ആയിട്ട് കുറച്ചും കൂടെ ഒക്കെ മുകളിൽ ഗ്യാപ്പ് ആയിട്ട് ഓപ്പൺ ചെയ്ത് ഇവിടെ റീടെസ്റ്റ് എടുക്കുകയോ ഇതിന് താഴേക്ക് വന്ന് മുകളിലേക്ക് ഇങ്ങനെ റീടെസ്റ്റ് എടുക്കുകയോ ചെയ്താൽ ഈ ഒരു ലെവൽ വരെ ഒക്കെ അവസരം ഉണ്ട് എന്നുള്ളത് കാണാം.
അപ്പോൾ ഒരു ജനറലി ഇപ്പോഴത്തെ ഒരു പ്രൈസ് ആക്ഷൻ കണ്ടിട്ട് ഇന്ന് നിൽക്കുന്ന പ്രൈസ് ആക്ഷൻ കണ്ടിട്ട് നമുക്ക് ഇന്നത്തതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ മാർക്കറ്റിൽ നാളെ ഉണ്ടാവും എന്നുള്ള രീതിയിലാണ്. അതായത് ഒരു കൈൻഡ് ഓഫ് റേഞ്ച് തന്നെ ആയിരിക്കും. ചിലപ്പോൾ ഒരു ചെറിയൊരു ബെയറിഷ് നോഡിലുള്ളൊരു റേഞ്ച് ഇതുവരെ വന്നാലും രണ്ട് സൈഡിലേക്ക് മൂവ് ചെയ്തുകൊണ്ടുള്ള ഇതാണ് നമുക്ക് ഇപ്പോഴത്തെ പ്രൈസ് ആക്ഷൻ വെച്ചിട്ട് പറയാൻ പറ്റുക. പിന്നെ നാളെ വരുന്ന ആദ്യത്തെ ഒരു മണിക്കൂർ 1.5 മണിക്കൂറിൻ്റെ ഉള്ളിലുള്ള പ്രൈസ് ആക്ഷൻ കൊണ്ടാണ് നമുക്ക് ഇതിലൊരു കൺഫർമേഷൻ കിട്ടുക. എസ്പെഷ്യലി ആദ്യത്തെ ഒരു മണിക്കൂറിൽ രണ്ട് സൈഡിലേക്ക് ഈക്വലായിട്ട് പ്രൈസ് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഇതിൻ്റെ ഈ ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് നാളെ വരാനുള്ളതെന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് നിൽക്കാം. അപ്പോൾ അവിടെ അങ്ങനെ വരുമ്പോൾ ഇതിന് താഴേക്കൊക്കെ വന്ന് വളരെ ഫാസ്റ്റായിട്ട് ഇതിന് താഴേക്ക് വന്നാൽ ഇങ്ങനെയാണ് പ്രൈസ് ആക്ഷൻ എങ്കിൽ ഈ ഭാഗത്തുനിന്ന് ബൈ ആണ് ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഇതേ ലെവലിൽ നമ്മൾ സെല്ലിൽ നിൽക്കുന്ന സിനാരിയോ എപ്പോഴാണെന്ന് വെച്ചാൽ ഇങ്ങനെ പ്രൈസ് വന്ന് ഇവിടുന്ന് ഒരിക്കൽ കൂടെ ബൗൺസ് ചെയ്ത് ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മളിവിടെ സെല്ലിൽ നിൽക്കും. ഓക്കെ, ആദ്യം നേരെ ഇങ്ങോട്ടാണ് താഴേക്കാണ് പ്രൈസ് ആക്ഷൻ എങ്കിൽ ഇതിന് താഴെ വന്ന് മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ ബൈയും, മുകളിലേക്കാണ് പ്രൈസ് ആക്ഷൻ എങ്കിൽ ഇവിടുന്ന് ഈ ഫാൾ ഉപയോഗിക്കാൻ പറ്റാത്തവർക്ക്, പ്രയോജനപ്പെടുത്താൻ പറ്റാത്തവർക്ക് റീടെസ്റ്റ് ചെയ്ത് പിന്നീട് ഇങ്ങനെ വരുമ്പോൾ ഇവിടുന്ന് സെല്ലും കൺസിഡർ ചെയ്യാം. ഫാസ്റ്റായിട്ട് പ്രൈസ് ഇവിടെ വരികയാണെങ്കിൽ ഇവിടെ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഇവിടുന്ന് ബൈയിൽ നിൽക്കാം എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഇവിടെ ഒരു കൺഫർമേഷന് പോലും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. 23,588 എന്നുള്ള ഈ ഒരു ലെവലിൽ നിന്ന് പ്രൈസ് ഇങ്ങനെ വരികയാണെങ്കിൽ അടുത്ത ലെവൽ വരെ എന്തായാലും ബൈയിൽ നിൽക്കാം. വലിയ റാലിയൊക്കെ കിട്ടാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. വരും ദിവസങ്ങളിലാണ്. നാളെ നമ്മളങ്ങനെ വലിയ റാലി പ്രതീക്ഷിക്കുന്നില്ല, എക്സ്പയറി ഡേ ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സ്പാൻഷനാണ്. അപ്പോൾ ഇതിങ്ങനെ താഴേക്ക് വന്നാലും നാളെയൊക്കെ ഈ ഒരു റേഞ്ചിൽ, ഇവിടെ നിന്ന് റേഞ്ചിലൊക്കെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഈ ഒരു പ്രധാനപ്പെട്ട 2-3 സിനാരിയോകൾ ഫോക്കസ് ചെയ്യാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നാളെ ITC ഒന്ന് ട്രാക്ക് ചെയ്യുക, ഒന്ന് റഡാറിലിടുക. ITCയുടെ റിസൾട്ട് നാളെ വരാനുണ്ട്. ITC Nifty 50-ൽ അത്യാവശ്യം വെയിറ്റേജ് ഉള്ള സ്റ്റോക്കാണ്. അപ്പോൾ ആ സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റ് നിഫ്റ്റിയുടെ മൊത്തത്തിലുള്ള മൂവ്മെൻറ്റിനെ ചെറിയ രീതിയിലൊക്കെ സ്വാധീനിക്കാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ പുതുതായിട്ട് ചാനലിൽ വന്നവർക്ക് നമ്മളുടെ മെമ്പർഷിപ്പിനെ പറ്റിയിട്ടൊന്ന് പരിചയപ്പെടുത്തുന്നു. യൂട്യൂബിൽ ജസ്റ്റ് നമ്മുടെ ഏതെങ്കിലും വീഡിയോയുടെ താഴെ കാണുന്ന ബട്ടണിൽ ജോയിൻ ഉള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് മെമ്പർഷിപ്പ് എടുക്കാം. അപ്പോൾ നമ്മളെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാന്നുള്ള രീതിയിൽ ചെയ്യുക. നിങ്ങൾ തിരിച്ച് നിങ്ങൾക്ക് ഞാൻ ട്രേഡ് ചെയ്യുന്ന, ഞാൻ എടുക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റികൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റും. ഡിസ്കോഡിലേക്ക് ആക്സസ് കിട്ടും. ആക്സസ് കിട്ടേണ്ടത് എങ്ങനെയാണെന്നുള്ളത് വെൽക്കം മെസ്സേജ് ഫോർ ന്യൂ മെമ്പേഴ്സ് എന്ന് പറയുന്ന യൂട്യൂബിലെ പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഇത്തരം ട്രേഡുകളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഭാഗമാവാം. വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളെ ഫോക്കസ് ചെയ്യുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ അവസാനം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഷെയർ ചെയ്ത സ്റ്റോക്കുകളാണത്. ഓക്കെ, അപ്പോൾ അത് ഒന്ന് മനസ്സിൽ വയ്ക്കാം. ദാറ്റ്സ് ഇറ്റ്. ബൈ, സീ യു ടുമോറോ.